നമുക്ക് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന ചാപ്റ്ററിലെ ലെറ്റസ് ആസിസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റാണ്. അപ്പോൾ അതിൽ കുറച്ച് പുതിയ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് സിലബസ് മാറിയിട്ടുണ്ട്. മെയിനായിട്ട് ചാപ്റ്ററിൻ്റെ ഓർഡർ തന്നെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ കഴിഞ്ഞ സിലബസ് വെച്ചിട്ട്, കഴിഞ്ഞ പഴയ ടെക്സ്റ്റ് വെച്ചിട്ട് എല്ലാ 10th സ്റ്റാൻഡേർഡിലെ എല്ലാ ചാപ്റ്റേഴ്സും ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പക്ഷെ അത് ആ ഒരു ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റിലെ ലെറ്റസ് ആസിസിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഇയറിലൊക്കെ കുട്ടികൾ പറഞ്ഞിരുന്നത് ഈ ലെറ്റസ് ആസിസിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഈ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് വേറെ ആയതുകൊണ്ട് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ലെറ്റസ് ആസിസ് മാത്രം എടുത്ത് ആദ്യം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു പോർഷൻ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും. അതല്ല പിന്നെയും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ മനസ്സിലാവുന്നില്ല, ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ ചോദിക്കുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതല്ല ഇനി അതിൽ പറഞ്ഞിട്ടും മനസ്സിലാവാത്ത രീതിയിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് മെയിനായിട്ട് ലെറ്റസ് ആസിസിലെ നിങ്ങൾക്ക് 10th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റിലെ ലെറ്റസ് ആസിസിലെ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് സോൾവ് ചെയ്ത് പോകാം. പിന്നെ നിങ്ങൾ പറയുന്ന അനുസരിച്ചിട്ടായിരിക്കും വേണ്ട ടോപ്പിക്സിൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ അധികം ടൈം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ചെയിൻ ഹാവിംഗ് 6 കാർബൺ ആറ്റംസ് ഈസ് ഗിവൻ ബിലോ. ഒരു ചെയിൻ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റംസ് ടു ഈച്ച് കാർബൺ ആറ്റം. അപ്പോൾ ഓരോ കാർബണിലും ഹൈഡ്രജൻ ആഡ് ചെയ്ത സ്ട്രക്ചറിനെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് എപ്പോഴും 4 ആണ്. അപ്പോൾ എപ്പോഴും കാർബണിന് ചുറ്റും 4 ബോണ്ട് ഉണ്ടായിരിക്കണം. അത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ സ്ട്രക്ചറിനെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്കിവിടെ ജസ്റ്റ് വീണ്ടും എടുത്ത് എഴുതാം. കാർബൺ ഇവിടെ തന്നിട്ടുള്ളത്, അതായത് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാൻ വേണ്ടി അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ എടുത്ത് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ഈ കാർബൺ ഫസ്റ്റ് കാർബൺ എടുക്കാം. ആ ഫസ്റ്റ് കാർബണിന്റെ അവിടെ ഒരൊറ്റ ബോണ്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി എത്ര എണ്ണം വേണം, 3 എണ്ണം വേണം, 4 എണ്ണം ഫില്ലാണെങ്കിൽ. അപ്പൊ CH3. ഇനി അടുത്ത കേസിൽ നോക്കുക. ഇവിടെ 2 ബോണ്ട്, 2 സൈഡിലായിട്ട് 2 ബോണ്ട് ഉണ്ട്. അപ്പൊ 2 2 4 കംപ്ലീറ്റ് ആണെങ്കിൽ 2 ഹൈഡ്രജനും കൂടി വേണം. ഇനി അടുത്ത കാർബൺ നോക്കുക. ഈ കാർബണിന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ട്, 3 ബോണ്ട് ഉണ്ട്. അപ്പൊ എന്ത് മതി, ഒരു ഹൈഡ്രജനും കൂടി മതി. ഇത് കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. കാർബണിന് ചുറ്റും 4 ബോണ്ട്സ് ഫില്ല് ചെയ്യണം. അപ്പൊ എത്ര ബോണ്ട് ഉണ്ടോ ബാക്കി എത്രയാണോ 4ൽ നിന്ന് അത് മൈനസ് ചെയ്യുക, അത്രയും ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് വേറെ കെമിസ്ട്രി ഒന്നും ആലോചിക്കാനില്ല. കാർബണിന്റെ ടെട്രാ വാലൻസി ആണ് ഇവിടെ ഓർത്തിരിക്കേണ്ട കോൺസെപ്റ്റ്. അടുത്ത കാർബൺ നോക്കുക. ഇവിടെ ഒരൊറ്റ ബോണ്ട് ഉള്ളൂ. അപ്പൊ എന്താണ്, 3 ഹൈഡ്രജൻ വേണം. ഇനി ഇവിടെ ഈ കാർബൺ നോക്കുക. ഇവിടെ 2 ബോണ്ട് ഉണ്ട്. അപ്പൊ എത്ര ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ. ഇവിടെ വീണ്ടും 1 ബോണ്ട് ഉള്ളൂ. അപ്പോൾ 3 ഹൈഡ്രജൻ. അപ്പൊ ഈ കാർബണിന് എപ്പോഴും ചുറ്റും എത്ര ബോണ്ട് വേണം, 4 ബോണ്ട് വേണം എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അതായത് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 4 ബോണ്ട് ഫില്ല് ചെയ്യണം. അപ്പൊ അവിടെ എത്ര ബോണ്ട് ഉണ്ടോ അതിനനുസരിച്ച് റിമൈനിങ് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഇനി ചോദിച്ചിട്ടുള്ളത്, റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എഴുതാനാണ്. മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ എത്രയാണ്, കാർബൺ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. കാർബൺ 1 2 3 4 5 6 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ ടോട്ടൽ എത്ര ഉണ്ടെന്ന് നോക്കുക. 3 + 2 5 6 9 11 14. ആകെ 14 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C6H14 ആണ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ആൽക്കീനിന്റെ എന്താണ്, CnH2n+2 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, ആൽക്കീനിന് വേറെ CnH2n, ആൽക്കൈന് CnH2n-2. ഇതൊന്നും ഇവിടെ അറിയണ്ട. ഇവിടെ ജസ്റ്റ് ഇത് കാർബണും ഹൈഡ്രജനും എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണീട്ട് എഴുതിയാൽ മതി. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ A പാർട്ടിൽ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്ന തെറ്റിപ്പോയി കഴിഞ്ഞാൽ B പാർട്ടും തെറ്റും. അതുകൊണ്ട് ഫസ്റ്റ് ഇത് കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് ഓർക്കണം. Then C, how many carbon atoms are there in the main chain of this compound? എത്ര കാർബൺ ആറ്റംസ് മെയിൻ ചെയിനിൽ ഉണ്ടെന്നാണ് ചോദിച്ചേക്കണേ. അപ്പൊ ഇവിടെ മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ഇത്. അതായത് മെയിൻ ചെയിൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ലോങ്സ്റ്റ് ചെയിൻ ആയിരിക്കണം. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം എവിടെയാണോ ഉള്ളത് അതാണ് നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, നമ്മൾ സപ്പോസ് ഇതാണ് എടുക്കുന്നതെന്ന് നോക്കുക. ഈ ചെയിൻ നേരെയുള്ള ചെയിൻ എടുക്കുന്നത് നോക്കുക. അപ്പൊ അവിടെ എത്ര ഉണ്ട്, 1 2 3 4
4 കാർബണേ ഉള്ളൂ. ഓക്കെ, ഇനി സപ്പോസ് നമുക്കിത് വേറെ ഏത് രീതിയിൽ നേരെ തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇനി അതല്ല, നമുക്ക് വേണമെങ്കിൽ ഈ ചെയിൻ എടുക്കാം. പോസിബിൾ ആയിട്ടുള്ള എല്ലാം നോക്കുക. ഈ ചെയിൻ എടുക്കാം. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 4 കാർബണേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് തിരിച്ച് 5 കാർബൺ ഉള്ള രീതിയിൽ എങ്ങനെ എടുക്കുമ്പോഴാണ്? ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഇവിടെ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം, ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം വരുന്നത് ഏതാണോ അതാണ് അവിടുത്തെ മെയിൻ ചെയിൻ. അപ്പൊ ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ? 5 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇനി നമുക്ക് IUPAC നെയിം എഴുതണം. അപ്പൊ IUPAC നെയിം എഴുതുമ്പോൾ നമ്മൾ മെയിൻ ചെയിൻ ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അത് കഴിഞ്ഞിട്ട് അതിന് ഏതൊക്കെ ബ്രാഞ്ചിങ് ഉണ്ടെന്ന് നോക്കുക. അപ്പൊ ഈ കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ബ്രാഞ്ച് ആയിട്ട് വരുന്നത് എന്താണ്? ഇതാണ്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. നമുക്ക് ഹൈഡ്രജൻ ഒക്കെ ഫില്ല് ചെയ്ത് ഈ കോമ്പൗണ്ട് എടുക്കാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം വരുന്ന ഇതാണ് ഇവിടുത്തെ മെയിൻ ചെയിൻ. ഇവിടുത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പാണ്. അപ്പൊ ഈ CH3 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ കാർബൺ വന്നിട്ടുള്ള ഈ CH3 ഗ്രൂപ്പിന്റെ ബ്രാഞ്ചിന്റെ പേര് എന്താണ്? മീഥൈലാണ്. ഒരു കാർബൺ ആറ്റം വരുമ്പോൾ മെത്താണ്. അപ്പൊ മീഥെയിൻ എന്നുള്ളതാണ് അതിന്റെ CH4. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറ്റി കഴിയുമ്പോൾ അതിനെ പറയുന്നത് മീഥൈൽ എന്നാണ്. ഇതിന്റെ റൂൾസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇനി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമന്റിലൂടെ ചോദിക്കാം. ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതല്ല, ഞാൻ ഇതിനു വേണ്ടി വേറൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലൂടെ ചോദിക്കാം. ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് എന്തായാലും ക്ലിയർ ചെയ്യും. അപ്പൊ ഇതാണ് മീഥൈൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പ് ആണ്. ഇനി ഇതിന്റെ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ എപ്പോഴും ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കണം. അപ്പൊ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് എടുത്തു നോക്കുക. അപ്പൊ ഈ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ 1 2 3 4 5. അപ്പോൾ തേർഡ് പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. ഇനി നമുക്ക് തിരിച്ചെടുത്ത് നോക്കാം. സപ്പോസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു നോക്കാം. 1 2 3 4 5. എങ്ങോട്ട് എടുത്താലും എന്താണ്? തേർഡ് പൊസിഷനിൽ തന്നെയാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ ഇവിടെ ഡൗട്ട് ഇല്ല. ആക്ച്വലി വെറുതെ അല്ലാണ്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ പൊസിഷനിൽ വേണം മീഥൈൽ ഗ്രൂപ്പ് വരാൻ. സിൻസ് ഇവിടെ രണ്ട് സൈഡിൽ നിന്നും ഒരേ പൊസിഷനിൽ മീഥൈൽ വരുന്നതുകൊണ്ട് നമുക്ക് തേർഡ് പൊസിഷനിലാണ് മീഥൈൽ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ പേര് വരിക 3. എപ്പോഴും ആൽഫബറ്റിനെയും ന്യൂമറിക്കൽ നമ്പറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാണ്ട് ഒരു ഹൈഫൻ ഇട്ട് കൊടുക്കണം. ദെൻ ബ്രാഞ്ചിന്റെ നെയിം എന്താണ്? 3 മീഥൈൽ. ദെൻ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട്. 5 കാർബൺ വരുമ്പോൾ അതിന്റെ നെയിം എന്താണ്? പെന്റ് ആണ്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, 3 മീഥൈൽ പെന്റേൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ എന്താണ് IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. എല്ലാത്തിൻ്റെ എന്ത് ചെയ്യണം? ആദ്യം മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കണ്ട. അതായത് ജസ്റ്റ് എണ്ണി നോക്കുക. 1 2 3 4 5 6. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ദെൻ ഇവിടെ വരുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണ്? CH3 ആണ്. അതായത് മീഥൈൽ ഗ്രൂപ്പ് ആണ് ഇവിടുത്തെ ബ്രാഞ്ച്. ദെൻ ഏത് പൊസിഷനിൽ എങ്ങനെ എഴുതുമ്പോഴാണ് ഇത് വരിക എന്ന് നോക്കാം. ഇതിന്റെ മാത്രം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കാണിക്കാം. ഇനി എല്ലാത്തിന്റെ എഴുതില്ല. ജസ്റ്റ് ഇതിന്റെ മാത്രം അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കാണിക്കാം. 1 2 3 4 5 6. അപ്പൊ ഫോർത്ത് പൊസിഷനിലാണ് ഇങ്ങനെ എഴുതുമ്പോൾ മീഥൈൽ ഗ്രൂപ്പ് വരാം. ഇനി നമ്മൾ തിരിച്ചെഴുതാൻ നോക്കിയാൽ 1 2 3 4 5 6. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ തേർഡ് പൊസിഷനിലാണ് വരുന്നത്. അപ്പൊ തേർഡ് പൊസിഷനിൽ എവിടെയാണോ ലോവസ്റ്റ് ഇത് വരുന്നത് അതാണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഈ തേർഡും ഫോർത്തും കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് ആണ് കറക്റ്റ്. അതുകൊണ്ട് ഇപ്പുറത്തോട്ടുള്ള നമ്പറിംഗ് ആണ് കൊടുക്കേണ്ടത്. ഈ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള നമ്പറിംഗ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ നെയിം എങ്ങനെ വരും? തേർഡ് പൊസിഷനിലാണ് മീഥൈൽ വരുന്നത്. അപ്പൊ 3 മീഥൈൽ. ദെൻ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം ഉണ്ട്. 6 വരുമ്പോൾ ഹെക്സ് ആണ്. ദെൻ എല്ലാം സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് ANE എന്ന് കൊടുക്കുക. അപ്പൊ ഇതിന്റെ പേര് എന്ന് പറയുന്നത് 3 മീഥൈൽ ഹെക്സെയിൻ എന്നാണ്. ഇനി അടുത്തത് നോക്കുക. അടുത്ത കേസിൽ ഒറ്റ ലോങ് ചെയിനേ ഉള്ളൂ. അപ്പൊ മെയിൻ ചെയിൻ ഏതാണെന്നൊന്നും കണ്ടുപിടിക്കേണ്ട പ്രശ്നമില്ല. അവിടെ ബ്രാഞ്ചിങ് ഒന്നും വരുന്നില്ല. ഒറ്റ മെയിൻ ചെയിനേ ഉള്ളൂ. അപ്പൊ അവിടെ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. പിന്നെ ഉള്ളത് അവിടെ ഉള്ള വേറൊരു ഇത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പൊ ഡബിൾ ബോണ്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? ആ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഡബിൾ ബോണ്ടിന് ഹൈ നമ്പറേ വരുള്ളൂ. അപ്പൊ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൊടുക്കുന്നതാണ് കറക്റ്റ് എന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത്
രണ്ട് സൈഡിൽ നിന്ന് എഴുതി നോക്കാം നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലെങ്കിൽ. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഡബിൾ ബോണ്ട് എന്താ റൈറ്റ് സൈഡിനോടല്ലേ ക്ലോസ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഈ സൈഡിൽ നിന്നുള്ള നമ്പറിംഗ് ആണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ 6 കാർബൺ അഗെയിൻ ഉണ്ട്, സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പൊ ഈ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സെക്കൻഡ് പൊസിഷനിൽ നിന്നാണ്. അപ്പൊ അതിന്റെ പേര് എങ്ങനെ വരും? 6 കാർബൺ ഉള്ളപ്പോൾ ഹെക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് പൊസിഷനിൽ ഇത് വരുന്നു. അപ്പൊ ഈ ആൽഫബറ്റിനെയും നമ്പറിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഹൈഫൻ ഇട്ടു. ദെൻ ഡബിൾ ബോണ്ട് വരുമ്പോൾ അവിടെ ഈനാണ്. അതെപ്പോഴും ഓർത്ത് വെക്കുക, ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. സിംഗിൾ ബോണ്ട് വരുമ്പോൾ എയിൻ, ഡബിൾ ബോണ്ട് വരുമ്പോൾ ഈൻ, ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ ഐൻ. പിന്നെ ഓരോന്നിനും ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആറ്റം ആണെങ്കിൽ എത്ത്. അങ്ങനെ മെയിൻ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് ഉണ്ട്. 3 കാർബൺ ആറ്റം ആണെങ്കിൽ പ്രോ, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെന്റ്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, അങ്ങനെ പോവും. അങ്ങനെ അത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, അത് നോക്കി ഒന്ന് ഓർത്ത് വെക്കാം. ഇനി സി പാർട്ട് നോക്കാം. സി പാർട്ടിലും സ്ട്രെയിറ്റ് ചെയിൻ തന്നെയാണ്. അപ്പൊ മെയിൻ ചെയിൻ കണ്ടുപിടിക്കേണ്ട പ്രശ്നമില്ല. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നത്. അതിന്റെ നമുക്ക് നോക്കിയറിയാം, ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിനോട് ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്പറിംഗ് വരുന്നത് ഈ സൈഡിൽ നിന്ന് തന്നെയായിരിക്കും. ഓക്കെ, 1 2 3 4 5 6. സെയിം തന്നെ ഇവിടെ ഡിഫറൻസ് എന്താണ്? ഡബിൾ ബോണ്ടിന് വരും ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ വരും? ഹെക്സ് 2 ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ഐൻ, YNE എന്ന് എഴുതാം. ഇനി അടുത്തത് എന്താണ്? ഇവിടെ വരുന്നതും ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണ്. പക്ഷെ ഇവിടെ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് COH, കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ കേസിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക. കാർബൺ ആറ്റത്തിന്റെ നമ്പർ എണ്ണുമ്പോൾ COH എവിടെയാണോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, 2 3 4 5 5 കാർബൺ ആണുള്ളത്. 5 കാർബൺ വരുമ്പോൾ പെന്റ് ആണ്. അപ്പോൾ പെന്റെയിൻ, 5 കാർബൺ ഉള്ള സ്ട്രെയിറ്റ് ചെയിന്റെ പേരെന്താണ്? പെന്റെയിൻ ആണ്. അപ്പൊ അതിന്ന് E കളയുക, ബാക്കി എന്ത് മാത്രം എഴുതാം? പെന്റ് എയിൻ എന്ന് എഴുതാം. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക? E വേണ്ട, അതിന് പകരം കാർബോക്സിലിക് ആസിഡ് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്? ഓയിക് ആസിഡ് എന്നാണ്. ഓക്കെ, കാർബോക്സിലിക് ആസിഡിന് സഫിക്സ് ആയിട്ട് ആഡ് ചെയ്യുന്നത് ഓയിക് ആസിഡ് എന്നാണ്. അപ്പൊ ഇതിന്റെ പേര് വരാം പെന്റനോയിക് ആസിഡ് എന്നാണ്. ഇനി അടുത്തത് നോക്കുക. അടുത്തതും ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണ്. പക്ഷെ അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHO. CHO എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്. ഓക്കെ, ആ ഗ്രൂപ്പുകൾ എപ്പോഴും ഓർത്ത് വെക്കുക. ഒരുപാട് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, അത് ഓർത്ത് വെക്കുക. അതായത് COH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആണ്. OH വരുമ്പോൾ ആൽക്കഹോൾ ആണ്. CHO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ആണ്. അതേസമയം ഓക്സിജൻ മാത്രം വന്നു കഴിഞ്ഞാൽ അത് ഈതർ ആണ്. അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇനി അതേസമയം Cl Br ഒക്കെ എന്ന് വരുമ്പോൾ അത് ഹാലോ കോമ്പൗണ്ട്സ് ആണ്. അതേമാതിരി കീറ്റോൺ വരുമ്പോൾ C ഡബിൾ ബോണ്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് കീറ്റോൺ ആണ്. അങ്ങനെ ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അതും നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ച്. ഇതിപ്പോൾ ഞാനിവിടെ ലെറ്റേഴ്സ് ആക്സസിലെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് പറയാത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന്റെ വീഡിയോ മുമ്പ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി അല്ല നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ്, ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ആണല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാനൊരു ക്ലാസ് എടുക്കാം. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ്സിലൂടെ പറയാം. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്. അപ്പൊ ഇവിടെയും നമുക്കറിയാം CHO സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ അവിടെ നിന്ന് നമ്പർ കൊടുക്കുക. 1 2 3 4. എത്രയാണ്? 4 കാർബൺ ഉണ്ട്. അപ്പൊ 4 കാർബൺ വരുമ്പോൾ ബ്യൂട്ടെയിൻ ആണ്. ഓക്കെ, ബ്യൂട്ടെയിൻ. ബ്യൂട്ടെയിന്റെ അവസാനത്തെ E നമ്മൾ എഴുതുന്നില്ല. എന്നിട്ട് ആൽഡിഹൈഡ് വരുമ്പോൾ ആൽഡിഹൈഡിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് AL ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, CHO എന്ന് വരുമ്പോൾ അതെന്താണ്? ആൽഡിഹൈഡ് ആണ്. അപ്പൊ ആൽഡിഹൈഡിന് സഫിക്സ് ആയിട്ട് നമ്മൾ എഴുതുന്നത് AL എന്നുള്ള പോർഷൻ ആണ്. കാർബോക്സിലിക് ആസിഡിന് നമ്മൾ എഴുതുന്നത് ഓയിക് ആസിഡ് എന്നാണ് അവസാനം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് AL. ഓക്കെ, ആൽക്കഹോളിന്റെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൽക്കഹോളിന് അവസാനം ഓൾ എന്നുള്ളതാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്നിനും ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ കേസിൽ ബ്യൂട്ടനാൽ എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് വരുന്നത് ഇവിടെയും ഒരു സ്ട്രെയിറ്റ് ചെയിൻ. ഇതിന്റെ ഇടയ്ക്ക് എന്താണ്? ഒരു CO ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. CO ഗ്രൂപ്പ് വരുന്നതെന്ന് പറയുന്നത് കീറ്റോൺ ആണ്. ഓക്കെ, കീറ്റോൺ, ഇതാണ് കീറ്റോൺ. കീറ്റോണിന്റെ കേസിൽ നമ്മൾ അവസാനം ONE ആണ് സഫിക്സ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഈ കേസിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അറ്റത്താണ്, എപ്പോഴും ഒരു ടെർമിനൽ പൊസിഷനിൽ വരുന്നതുകൊണ്ട് അതിന് ഡൗട്ട് ഇല്ല. പക്ഷെ ഈ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CO ഇടയ്ക്കാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്പറിങ് ശ്രദ്ധിക്കണം. അതിന് ലോവസ്റ്റ് നമ്പറിങ് വരുന്ന രീതി വേണം കൊടുക്കാൻ. അപ്പൊ ഇവിടെ നമുക്കറിയാം CO എന്ന് പറയുന്നത് റൈറ്റ് സൈഡിന് അടുത്താണ്. അപ്പൊ ആ സൈഡിൽ നിന്ന് തന്നെ വേണം നമ്പറിങ് കൊടുക്കാൻ. ഓക്കെ, നമ്പറിങ് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് 1 2 3 4 5
അപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ് CO ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താണ്, പെന്റാണ്, 5 കാർബൺ ആണുള്ളത്. പെന്റേനിന്റെ E ഒഴിവാക്കിയിട്ട് പെന്റാൻ എന്ന് എഴുതാം. ദെൻ സെക്കൻഡ് പൊസിഷനിൽ വരുന്നുണ്ട് 2 എന്ന് എഴുതാം. ദെൻ ONE, അപ്പൊ പെന്റാൻ 2 എന്നാണ് ഇതിന്റെ പേര് വരിക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹാലോ കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ ഹാലോ കോമ്പൗണ്ട്സിന്റെ കേസിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ചെയിൻ കാർബൺ ആറ്റംസ് ഉള്ളതാണ് മെയിൻ ചെയിൻ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ വരുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ ചെയിൻ. ദെൻ ഇവിടെ ബ്രാഞ്ചിങ് ആയിട്ട് വരുന്നത് 2 ക്ലോറിൻ ആറ്റം ആണ്. ഓക്കെ, ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. അപ്പൊ ക്ലോറിൻ വരുമ്പോൾ ക്ലോറോ എന്നുള്ള പ്രിഫിക്സ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലോറിൻ, അതായത് 2 സൈഡിൽ നമുക്ക് നമ്പർ കൊടുക്കാം. ഇവിടെ കൊടുക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൊടുക്കുമ്പോൾ 3rd പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂന്റ് വരിക. അതേസമയം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൊടുക്കുമ്പോൾ 2nd പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്പറിംഗ് ആണ് ഉപയോഗിക്കേണ്ടത്, അതായത് ലോവസ്റ്റ് നമ്പറിംഗ് 1 2 3 4. ഓക്കെ, അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിൻ ആറ്റം വരുന്നുണ്ട്. ആ സെക്കൻഡ് പൊസിഷനിൽ തന്നെ 2 ക്ലോറിൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കാണിക്കണം. അതായത് 2,2, അതായത് 2 പ്രാവശ്യം വരുന്നതുകൊണ്ടാണ് സെക്കൻഡ് പൊസിഷനിൽ 2,2 എന്നിടുന്നത്. എന്നിട്ട് ഒരു ഹൈഫൻ. ദെൻ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെന്ത് ചെയ്യണം, ഡൈ എന്നുള്ള പ്രിഫിക്സ് കൊടുക്കണം. ഡൈ ക്ലോറോ, ക്ലോറിൻ വരുന്നതുകൊണ്ടാണ് ക്ലോറോ. അതേസമയം ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, അങ്ങനെ മാറി മാറി വരും. 2 ഡൈ ക്ലോറോ. ദെൻ 4 കാർബൺ ആറ്റം ആണ് മെയിൻ ചെയിനിലുള്ളത്. ബ്യൂട്ടെയിൻ, എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടെയിൻ എന്നുള്ളതാണ് ഇവിടുത്തെ നെയിം വരുന്നത്. 2 ഡൈക്ലോറോ ബ്യൂട്ടെയിൻ. ഇനി അടുത്ത കേസിൽ ഇതെന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ ഇവിടെ ഇടയ്ക്ക് ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ ഇത് ഏതാന്നാണ് പറഞ്ഞത്, ഇത് ഈതർ ആണ്. ഈതറിന് നെയിം കൊടുക്കുന്നത് എപ്പോഴും ഒരു വേറെ രീതിയിലാണ്, ആൽക്കോക്സി ആൽക്കെയിൻ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ ആൽക്കെയിൻ എന്നുള്ള പറയുന്നത് ലോങ്ങസ്റ്റ് ചെയിൻ എന്നുള്ള രീതിക്ക് വേണം കൊടുക്കാൻ. അതായത് ഇവിടെ ഓക്സിജൻ വരുമ്പോൾ ഓക്സിജന്റെ 2 സൈഡിലോട്ടും എന്താന്ന് നോക്കുക. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജന്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും നോക്കണം. അപ്പൊ ഈ സൈഡ് നോക്കുമ്പോൾ ഇവിടെ എത്രയാണ്, 2 കാർബൺ ഉണ്ട്. അപ്പൊ ഇനി അതേസമയം ഈ സൈഡ് നോക്കിയാലും അവിടെയും 2 കാർബൺ ഉണ്ട്, അതും തന്നെയാണ്. ഇനി അതേസമയം ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതിനെ വേണം അവസാനമായിട്ട് എഴുതാൻ. പക്ഷെ ഇത് സെയിം ആയതുകൊണ്ട് നമുക്ക് വേറെ ചിന്തിക്കാനൊന്നുമില്ല. എങ്ങനെ എഴുതാം, എത്തോക്സി ഈതെയിൻ. ഇനി ഇത് വരുമ്പോൾ മനസ്സിലാവും. അതായത് സപ്പോസ് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് CH3 CH2O CH2 CH2 CH3 എന്ന് വെക്കാം. ഞാൻ വേറൊരു കേസ് പറയാണ്. അപ്പൊ ഈ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൈഡിൽ ഇത് എത്താണ്, പക്ഷെ ഈ സൈഡിൽ ഇത് എന്താണ്, 3 കാർബൺ ഉള്ളതുകൊണ്ട് പ്രൊപ്പാണ്. അപ്പൊ നമുക്ക് ഇത് വരും, അതായത് ഇതർ എത്തോക്സി പ്രൊപ്പേന്ന് എഴുതാം, അല്ലെങ്കിൽ പ്രൊപ്പോക്സി ഈതെന്ന് എഴുതാം. അപ്പൊ ഏത് എഴുതണമെന്ന് ഡൗട്ട് വരും. ആ കേസിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ വലിയ നമ്പർ ഓഫ് കാർബൺ വരുന്നത് അതിനെ അവസാനമാക്കി എഴുതുക. അപ്പൊ ആ കേസിൽ എത്തോക്സി പ്രൊപ്പേൻ എന്ന് വേണം എഴുതാൻ. ഇനി അടുത്തത് നോക്കുക, അടുത്തൊരു ഡബിൾ ബോണ്ട് വരുന്ന ആൽക്കെയിൻ തന്നെയാണ്. പക്ഷെ ആ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബ്രാഞ്ചിങ് കൂടി ഉണ്ട്. നേരത്തെ നമ്മൾ ഡബിൾ ബോണ്ട് വെച്ച് എഴുതിയതിൽ ബ്രാഞ്ചിങ് ഒന്നും ഇല്ലായിരുന്നു, ഇവിടെ ബ്രാഞ്ചിങ് ഉണ്ട്. അപ്പൊ ഇവിടെ മെയിൻ ചെയിൻ ഏതാന്ന് നോക്കണം. മെയിൻ ചെയിനിൽ ഡബിൾ ബോണ്ട് വരുമ്പോൾ ഡബിൾ ബോണ്ട് ഉള്ളത് മെയിൻ ചെയിനിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ ചെയിൻ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂവന്റിനും ഡബിൾ ബോണ്ടിനും ലെസ് നമ്പർ കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് 2 സൈഡിൽ നിന്നും നമ്പർ കൊടുക്കാം. ഇനി ഇതിനും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് 1 2 3 4. ഇനി അതല്ല തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ 1 2 3 4. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ നോക്കുക, നമ്മൾ ഫസ്റ്റ് റെഡ് കളറിൽ മാർക്ക് ചെയ്തതിൽ സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും വരുന്നുണ്ട്, സെക്കൻഡ് പൊസിഷനിൽ തന്നെ ഡബിൾ ബോണ്ടും വരുന്നുണ്ട്. ഇനി തിരിച്ചുള്ളതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്, പക്ഷെ 3rd പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ ബ്രാഞ്ചിങ്ങിന്റെ എണ്ണം കൂടി. അപ്പൊ അതുകൊണ്ട് ഇവിടെ കറക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഈ 1 2 3 4 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എഴുതിയതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ ബേസിസിൽ വേണം നമ്മൾ നെയിം കൊടുക്കാൻ. ഓക്കെ, അപ്പൊ ഇതിന് നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇവിടുത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പ് ആണ്. ഒരു CH3 ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇവിടുത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പ് ആണ്. അത് 3rd പൊസിഷനിലാണ്. അപ്പൊ അതിന് പേര് വരിക 3 മീഥൈൽ. ദെൻ എത്ര കാർബൺ ഉണ്ട്, 4 കാർബൺ ഉണ്ട്. അപ്പൊ ബ്യൂട്ട്. ദെൻ സെക്കൻഡ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പൊ 2. ദെൻ ഡബിൾ ബോണ്ട് ഉള്ളതായതുകൊണ്ട് ഈൻ എന്ന് എഴുതാം. ഇതിന്റെ പേര് എന്ന് പറയുന്നത് 3 മീഥൈൽ ബ്യൂട്ട് 2 ഈൻ എന്നാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കുക, എന്താണ് ഇവിടെ ട്രിപ്പിൾ ബോണ്ടും ബ്രാഞ്ചിങ്ങും കൂടി വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരുന്നത് തന്നെയായിരിക്കും മെയിൻ ചെയിൻ.
ഇനി ഇതിനും നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് നമ്പർ കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 4. അപ്പൊ ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് വന്നു, ബട്ട് തേർഡ് പൊസിഷനിലാണ്. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് വന്നു, തേർഡ് പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. ഇനി നമുക്ക് തിരിച്ചു കൊടുത്തു നോക്കാം. 1 2 3 4. ഇവിടെ എന്ന് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നു, ബട്ട് തേർഡ് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 1ഉം 3 ആണോ 2ഉം 3 ആണോ ലോവസ്റ്റ് നമ്പർ. 1ഉം 3 കൂടി കൂട്ടിയാൽ 4 ഉള്ളൂ, 2ഉം 3 കൂടി കൂട്ടിയാൽ 5 ആണ്. അപ്പോൾ 1ഉം 3ഉം ആണ് മോസ്റ്റ് ഫേവറബിൾ അല്ലേ? അപ്പോൾ അത് തന്നെയായിരിക്കും ഫസ്റ്റ് പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നതായിരിക്കും മോസ്റ്റ് ഫേവറബിൾ. സോ അപ്പോൾ അതിന്റെ പേര് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ മൊത്തം 4 കാർബൺ ഉണ്ട്. അതിൽ ഫസ്റ്റ് പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട്, തേർഡ് പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ്. ഇവിടുത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതാണ് CH3, ഈ മീഥൈൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? 3 മീഥൈൽ ബ്യൂട്ട്. പക്ഷെ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരുന്നത് ഫസ്റ്റ് പൊസിഷനിലാണ്, 1 അയൺ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പൊ ഇപ്പൊ എല്ലാത്തിന്റെ IUPAC നെയിം എഴുതാനായിട്ട് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പും വന്നിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, എല്ലാത്തിനും എങ്ങനെ എഴുതണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്സ് ഗിവൻ ബിലോ. നേരെ തിരിച്ച് നിങ്ങൾക്ക് IUPAC നെയിം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 233 ട്രൈമീഥൈൽ ഹെക്സേൻ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. അപ്പൊ ഹെക്സ് എന്ന് പറയുമ്പോൾ 6 കാർബൺ ആണ്. അപ്പൊ ആദ്യം 6 കാർബണിനെ നമ്മൾ എന്ത് ചെയ്തു? എ എന്ന് പറയുമ്പോൾ എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ 6 കാർബണിനെ നമ്മൾ ഇങ്ങനെ എഴുതി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് 3 സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട്. 3ഉം ഉള്ളത് ഏതാണ്? മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ്. ഓക്കെ, അത് ഏതൊക്കെ പൊസിഷനിലാന്ന് എഴുതണം. അപ്പൊ ആദ്യം നമുക്ക് ഇതിന് നമ്പറിങ് കൊടുക്കാം. അപ്പൊ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. 1 2 3 4 5 6. അത് കഴിഞ്ഞിട്ട് ഇവിടെ 233 സെക്കൻഡ് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, CH3. ദെൻ തേർഡ് പൊസിഷനിൽ 3 എന്ന് പറയുമ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. തേർഡ് പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ എല്ലാ സബ്സ്റ്റിറ്റ്യൂന്റും കൊടുത്തു. ദെൻ ട്രൈമീഥൈൽ, അപ്പൊ 3 മീഥൈൽ ഗ്രൂപ്പിനെ നമ്മൾ എഴുതി. ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹൈഡ്രജന്റെ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. എത്ര ഹൈഡ്രജൻ ബാക്കി വരുന്നത് നോക്കാം. ഫസ്റ്റ് കാർബണിൽ ഒരു ബോണ്ട് ഉള്ളൂ, അതുകൊണ്ട് 3. അതായത് കാർബണിന് ചുറ്റും 4 എണ്ണം വേണം. അടുത്ത കാർബണിന് ചുറ്റും 3 എണ്ണം ഉണ്ട്, അപ്പോൾ 1 ഹൈഡ്രജൻ മതി. അടുത്ത കാർബണിന് ചുറ്റും ഓൾറെഡി 4 എണ്ണം ഉണ്ട്, അപ്പോൾ വേറെ ഹൈഡ്രജൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത കാർബണിന് ചുറ്റും 2 എണ്ണമാണ്, അപ്പോൾ 2 ഹൈഡ്രജൻ. ഈ കാർബണിനും 2 എണ്ണമാണ്, അപ്പോൾ 2 ഹൈഡ്രജൻ. ഈ കാർബണിന് ചുറ്റും ഒരു ബോണ്ട് ഉള്ളൂ, അപ്പോൾ 3 ഹൈഡ്രജൻ. അപ്പോൾ ഈ രീതിയിൽ വേണം ഫില്ല് ചെയ്യാൻ. ഇനി അടുത്തത് നോക്കാം, ബി പാർട്ട്. ബി ചോദിച്ചിട്ടുള്ളത് എത്തോക്സി ബ്യൂട്ടേൻ. എത്തോക്സി ബ്യൂട്ടേൻ എന്ന് പറയുമ്പോൾ അത് ഈതർ ആണ്. അപ്പോൾ ഈതർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്സിജൻ ആദ്യം തന്നെ എഴുതാം. എന്നിട്ട് ഒരു സൈഡിൽ ഒരു ആൽക്കേൻ, മറ്റേ സൈഡിൽ അടുത്ത ആൽക്കേൻ. അതായത് ഒരു സൈഡിൽ എത്തും, ഒരു സൈഡിൽ ബ്യൂട്ടും ആണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വലിയതാണ് എയിൻ്റെ ഒപ്പം എഴുതേണ്ടത്. അപ്പോൾ ഒരു സൈഡിൽ എത്തെന്ന് പറയുമ്പോൾ എന്താണ്? 2 കാർബൺ വരും. മറ്റേ സൈഡിൽ ബ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 കാർബൺ വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഓക്സി എന്ന് വരുമ്പോൾ ആദ്യം തന്നെ ഓക്സിജൻ എഴുതുക. എന്നിട്ട് 2 സൈഡിൽ എന്താണോ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 കാർബൺ എഴുതി. അപ്പോൾ പിന്നെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യലാണ്. ഒരു ബോണ്ട് ഉള്ളപ്പോൾ 3 ഹൈഡ്രജൻ, 2 ബോണ്ട് ഉള്ളപ്പോൾ 2 ഹൈഡ്രജൻ, ഇവിടെയും 2 ബോണ്ട് അപ്പോൾ 2 ഹൈഡ്രജൻ, ഇവിടെയും 2 എണ്ണം 2 ഹൈഡ്രജൻ, എഗെയിൻ 2 ഹൈഡ്രജൻ. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ബോണ്ട് ഉള്ളൂ, അപ്പോൾ 3 ഹൈഡ്രജൻ. ഓക്കെ, ഇനി സി ബ്യൂട്ടാൻ 2 ഓൺ. ബ്യൂട്ടാൻ 2 ഓൺ എന്ന് പറയുമ്പോൾ ബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 4 കാർബൺ വേണം. ഇതൊരു കീറ്റോൺ ആണ്, അപ്പോൾ 4 കാർബൺ ആദ്യം തന്നെ എഴുതുക. എന്നിട്ട് അതിന്റെ സെക്കൻഡ് പൊസിഷനിലാണ് എന്ത് വരുന്നത്? കീറ്റോൺ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ 1 2 സെക്കൻഡ് പൊസിഷനിൽ എന്ത് ചെയ്യുക? CO ഗ്രൂപ്പ്. അപ്പോൾ ആ കാർബണിന് തന്നെയാണ് ഡബിൾ ബോണ്ട് ഓക്സിജൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ CO ഗ്രൂപ്പ് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വേണ്ട ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക, CH3. ഇനി ഇവിടെ നോക്കുക, ഈ കാർബണിന് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2 സിംഗിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ 2 ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ബോണ്ട് എന്ന് പറയുന്നത് എത്രയായി? 1 2 3 4, ടോട്ടൽ 4 ബോണ്ടായി. അതുകൊണ്ട് അവിടെ വേറെ ഹൈഡ്രജൻ ഒന്നും കൊടുക്കണ്ട. ഇവിടെ എന്ന് പറയുമ്പോൾ ചുറ്റും 2 എണ്ണം ഉള്ളൂ, 2 ഹൈഡ്രജൻ. ഇവിടെ ഒരെണ്ണം ഉള്ളതുകൊണ്ട് 3 ഹൈഡ്രജൻ. അപ്പോൾ ഇതാണ് ബ്യൂട്ടാൻ 2 ഓണിന്റെ സ്ട്രക്ചർ വരിക. അടുത്ത് പെഞ്ച് 1 അയിൻ ആണ്. അയിൻ എന്ന് വരുമ്പോൾ എന്താണ്? ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് ഓർക്കുക.
ദെൻ പെന്റ് എന്ന് പറയുമ്പോൾ 5 കാർബൺ ആണ്. അപ്പോൾ 5 കാർബൺ ആദ്യം തന്നെ എഴുതുക. 5 കാർബൺ എഴുതിയിട്ട് ഫസ്റ്റ് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ ഇതിനെ ഫസ്റ്റ് കാർബൺ ആക്കി എടുത്താൽ ഇവിടെ തന്നെ ട്രിപ്പിൾ ബോണ്ട് എന്ന് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഹൈഡ്രജൻ ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി 3 ബോണ്ട് ഉണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ മതി. ഇവിടെ എന്ന് പറയുമ്പോൾ 3 1 4 ഓൾറെഡി ആയി, വേറെ ഹൈഡ്രജൻ ഒന്നും വേണ്ട. ഇവിടെ എന്ന് പറയുമ്പോൾ 2 ബോണ്ട് ഉണ്ട്, അപ്പോൾ 2 ഹൈഡ്രജൻ. ഇവിടെയും 2 ബോണ്ട്, 2 ഹൈഡ്രജൻ. ഇവിടെ ഒരു ബോണ്ട് ആകുമ്പോൾ 3 ഹൈഡ്രജൻ. ഇനി അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഹെക്സാൻ 2 ഓൾ ആണ്. ഹെക്സാൻ 2 ഓൾ എന്ന് പറയുമ്പോൾ അവിടെ ആൽക്കഹോൾ ഗ്രൂപ്പ് ആണ് വരുന്നത് സെക്കൻഡ് പൊസിഷനിൽ. ഹെക്സ് എന്ന് പറയുമ്പോൾ 6 കാർബൺ വേണം. അപ്പോൾ ആദ്യം നമുക്ക് 6 കാർബണിനെ എഴുതാം. 6 കാർബൺ എഴുതി കഴിയുമ്പോൾ ഇവിടെ 6 കാർബണിനെ നേരത്തെ എഴുതി. ദെൻ സെക്കൻഡ് പൊസിഷനിൽ ഓൾ എന്ന് പറയുമ്പോൾ OH ഗ്രൂപ്പ് ആണ്. ഓക്കെ, ആൽക്കഹോളിന്റെ എന്താണ്, OH ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ 1 2 സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്തു, OH കൊടുത്തു. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ കൊടുത്തു. ഇനി എന്ത് ചെയ്യാണ്, എല്ലായിടത്തും ഹൈഡ്രജൻ ഫില്ല് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ CH3. ദെൻ ഇവിടെ 3 ബോണ്ട് ഉണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ. ദെൻ ഇവിടെ 2 ബോണ്ട് ഉണ്ട്, 2 ഹൈഡ്രജൻ. ദെൻ അഗെയിൻ 2 ഹൈഡ്രജൻ. ഇവിടെയും 2 ഹൈഡ്രജൻ. ദെൻ ഇവിടെ ഒരു ബോണ്ട് ഉള്ളൂ, അതുകൊണ്ട് 3 ഹൈഡ്രജൻ. ഇത് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും കാർബണിന് ചുറ്റും 4 എന്നുള്ള ഒരു ടോപ്പിക്ക് മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്തത് 3 ബ്രോമോ ഹെപ്റ്റീൻ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ബ്രോമിനാണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണമാണ്, 7 കാർബൺ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 7 കാർബണിനെ നിരത്തി പിടിച്ചെഴുതുക. എയിനായതുകൊണ്ട് എല്ലാം സിംഗിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ ആദ്യം 7 കാർബണിനെ നമുക്ക് നേരെ നേരെ എഴുതണം. എന്നിട്ട് അതിന്റെ തേർഡ് പൊസിഷനിലാണ് ബ്രോമിൻ വരുന്നത്. ഓക്കെ, അപ്പോൾ 1 2 3 തേർഡ് പൊസിഷനിൽ ബ്രോമിനെ എഴുതി. ഇനി ബാക്കിയൊന്നുമില്ല, ഹൈഡ്രജനെ ഫില്ല് ചെയ്യലാണ്. ഇവിടെ 3 എണ്ണം വരും, ഇവിടെ 2 ബോണ്ട്, അപ്പോൾ 2 എണ്ണം. ഇവിടെ 3 എണ്ണം ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 3. ഇതാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല. ഇനി അടുത്തത് ലാസ്റ്റ് വരുന്നത് ചോദിച്ചിട്ടുള്ളത് പെന്റനാൽ ആണ്. പെന്റനാൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHO ആണ്. പെന്റ് എന്ന് പറയുമ്പോൾ 5 കാർബണും വരണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ 5 കാർബൺ എഴുതുക. ദെൻ ലാസ്റ്റത്തെ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആൽഡിഹൈഡിന്റെ ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ആ കാർബണിൽ തന്നെ വരും, CHO. ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ ഒരു ബോണ്ട്, അപ്പോൾ 3 ഹൈഡ്രജൻ. ഇവിടെ 2 ബോണ്ട്, 2 ഹൈഡ്രജൻ. ഇവിടെയും 2 ബോണ്ട്, 2 ഹൈഡ്രജൻ. ഇവിടെയും 2 ബോണ്ട്, 2 ഹൈഡ്രജൻ. അപ്പൊ ഇതാണ് ഇവിടുത്തെ മോളിക്കുലർ ഫോർമുല വരിക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മെയിൻ ചെയിനിൽ എത്ര എണ്ണം ഉണ്ടോ അത് എഴുതുക. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് എത്ര എണ്ണം ഉണ്ട്, എന്തൊക്കെയുണ്ട് അതവിടെ നമ്പർ അനുസരിച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഹൈഡ്രജനെ ഇതിന്റെ അനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് സർട്ടൻ കോമ്പൗണ്ട്സ് ആർ ഗിവൻ. അപ്പോൾ ഐഡന്റിഫൈ ദ റോങ് വൺസ്. അപ്പോൾ ഈ തന്നിട്ടുള്ള സ്ട്രക്ചറൽ ഫോർമുല അനുസരിച്ചുള്ള ഒരു IUPAC നെയിം കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ, കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അഗെയിൻ ഇവിടെ നോക്കുക, ഇവിടുത്തെ ലോങ്സ്റ്റ് ചെയിൻ ഏതാന്ന് നോക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നേരെയുള്ള ചെയിൻ എടുക്കാന്നുണ്ടെങ്കിൽ 1 2 3 4 5 5 വരുള്ളൂ. പക്ഷെ ആക്ച്വലി ഇവിടുത്തെ ലോങ് ചെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ പോസിബിലിറ്റിയും നോക്കുക. പോസിബിലിറ്റീസ് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഇവിടുത്തെ ലോങ്സ്റ്റ് ചെയിൻ. അപ്പൊ ഇവിടെ എത്ര കാർബൺ വരും, 1 2 3 4 5 6 6 കാർബൺ വരും. ഇനി ഇതിനെ 2 രീതിയിലും നമുക്ക് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇവിടെ 4th പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. ഇനി അതല്ല തിരിച്ച് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ 1 2 3 4 5 6. അപ്പോൾ 3rd പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ആക്ച്വലി ഇതാണ് കറക്റ്റ് നമ്പർ. ഓക്കെ, ലോവസ്റ്റ് നമ്പർ വരുന്നതാണ് കറക്റ്റ് നമ്പർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, മീഥൈൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇതിന്റെ ആക്ച്വൽ നെയിം വരുന്നത് എന്താണ്, 3 മീഥൈൽ 6 കാർബൺ ഉള്ളതുകൊണ്ട് ഹെക്സെയിൻ എന്നാണ്. ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുള്ള നെയിം 2 ഈഥൈൽ പെന്റൈൻ എന്നുള്ളത് എങ്ങനെ കിട്ടുന്നതാണ്, ഈ സ്ട്രെയിറ്റ് നേരെയുള്ള ചെയിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുമ്പോൾ വരുന്ന നെയിമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. കറക്റ്റ് നെയിം വരുന്നത് 3 മീഥൈൽ ഹെക്സെയിൻ എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്ത കേസിൽ എന്ന് പറയുമ്പോൾ ഇവിടെ കീറ്റോൺ ആണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ആ ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. പിന്നെ അതേപോലെ ഇതാണ് ഇവിടുത്തെ സ്ട്രെയിറ്റ് ചെയിൻ. അപ്പൊ നമുക്കറിയാം ഇത് റൈറ്റ് സൈഡിലായതുകൊണ്ട് ഈ സൈഡിലോട്ടുള്ളതായിരിക്കും കറക്റ്റ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 1 2 3 4 5. അപ്പോൾ 5 കാർബൺ ഉണ്ട്. 5 കാർബൺ വരുമ്പോൾ പെന്റീൻ.
പെൻറ്റേൻ്റെ ഇ വേണ്ട. സെക്കൻഡ് പൊസിഷനിൽ കീറ്റോൺ വരുമ്പോൾ പെൻറ്റാൻ 2 ആണ്. അപ്പോൾ ഇതെന്താണ് കറക്റ്റ് ആണ്. അപ്പോൾ ഇതിനെ വേറെ തിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് കറക്റ്റ് തന്നെയാണ്. ഇനി അടുത്ത കേസ് നോക്കുക. അടുത്ത കേസിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്ന കേസാണ്. ട്രിപ്പിൾ ബോണ്ട് നോക്കുക, രണ്ട് സൈഡിൽ നിന്ന് നമ്പർ നോക്കുക. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് നമ്പർ കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ നിന്നാണ് 1 2 3 4 5 6. അപ്പോൾ 6 കാർബൺ ഉണ്ട്. ഹെക്സ്. ദെൻ ഏത് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്? സെക്കൻഡ് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. ദെൻ ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ട് അയൺ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഇത് തെറ്റായിരുന്നു. ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഹെക്സ് 3 അയനാണ്. തേർഡ് കാർബണിനാണ് ട്രിപ്പിൾ ബോണ്ട് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി നോക്കുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് സെക്കൻഡിനെയും തേർഡിനെയും കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമ്പർ എടുക്കേണ്ടത്? എവിടെയാണോ സ്മോളസ്റ്റ് നമ്പർ വരുന്നത് അതിനെ വേണം എടുക്കാൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് നെയിം എന്ന് പറയുന്നത് ഹെക്സ് 2 അയനാണ്. ഇനി ലാസ്റ്റ് കേസിൽ ഇവിടെ നോക്കുക, ഇവിടുത്തെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇവിടെ ബാക്കിയെല്ലാം ക്ലോറിനാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ചെയിൻ. ഓക്കെ, ഇനി ഇതിന് നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതായത് സപ്പോസ് ഇങ്ങനെ എടുക്കാൻ നോക്കിയാൽ 1 2 3 4 5. അപ്പോൾ തേർഡ് ഇങ്ങനെ എടുക്കുമ്പോൾ തേർഡ് പൊസിഷനിൽ ഒരെണ്ണം വരുന്നുണ്ട്, ഫോർത്ത് പൊസിഷനിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. ഇനി അതേസമയം തിരിച്ചെടുത്ത് നോക്കുക. തിരിച്ചെടുത്ത് നോക്കുമ്പോൾ 1 2 3 4 5. ഇങ്ങനെ എടുക്കുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഒരെണ്ണം വരുന്നുണ്ട്, തേർഡ് പൊസിഷനിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം ഇത് തന്നെയാണ് ലോവസ്റ്റ് അല്ലേ? അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ അറിയാം, സം എടുക്കുമ്പോഴും ഇത് തന്നെയായിരിക്കും കുറവ്. അപ്പോൾ ഇതാണ് ഫേവറബിൾ നമ്പറിങ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ 3 ക്ലോറിൻ ആറ്റം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. 2 3 3. ദെൻ എന്താണ് 3 പ്രാവശ്യം ക്ലോറിൻ വരുന്നുണ്ട്, അതിന്റെ എന്ത് എഴുതണം? ട്രൈ എന്ന് എഴുതണം. 2 3 3 ട്രൈ. ക്ലോറിൻ വരുന്നുണ്ട്, ക്ലോറോ. ദെൻ ടോട്ടൽ 5 കാർബൺ ഉണ്ട്. അപ്പൊ പെൻറ്റെയിൻ. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പെൻറ്റെയിൻ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള നെയിം എന്ന് പറയുന്നത് 2 3 ഡൈക്ലോറോ പ്രൊപ്പേൻ ആണ്. അപ്പൊ ഇതും തെറ്റാണ്. ഓക്കെ, ഇത് രണ്ടും തെറ്റാണ്. ഈ കേസിൽ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പൊസിഷനിൽ എന്താണ് ഒരു സെക്കൻഡ് പൊസിഷനിൽ ഒരെണ്ണം, തേർഡ് പൊസിഷനിൽ 2 ക്ലോറിൻ ഉണ്ടായിരുന്നു. ഇവർ ആക്ച്വലി ഒരു ക്ലോറിനെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി ഇവിടെ 3 ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ മറ്റേ തന്നിരിക്കുന്ന നെയിമിൽ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ കറക്റ്റ് നെയിം എന്ന് പറയുന്നത് 2 3 3 ട്രൈക്ലോറോ പെൻറ്റെയിൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 കോമ്പൗണ്ട്സ് എന്നുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദീസ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ്? അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇത് ആദ്യം തന്നെ ഐസോമേഴ്സ് ആണോ എന്ന് കൺഫേം ചെയ്യണം. അപ്പൊ ഐസോമേഴ്സ് ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ മോളിക്കുലർ ഫോമുല എഴുതുക. ഐസോമേഴ്സ് ആണെങ്കിൽ മോളിക്കുലർ ഫോമുല സെയിം ആയിരിക്കും. അപ്പൊ ഐസോമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കാർബൺ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ 3 2 5 2 7 3 10. 10 ഹൈഡ്രജനും ഉണ്ട്, ഒരു ഓക്സിജനും ഉണ്ട്. ഇപ്പുറത്തെ കേസിലും എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 കാർബൺ, ഹൈഡ്രജൻ 10 എണ്ണം, ദെൻ ഓക്സിജൻ ഒരെണ്ണം. അപ്പൊ ഒബ്വിയസ്ലി ഇത് രണ്ടും ഐസോമേഴ്സ് ആണ്. ഇനി നോക്കുക, ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ ഉള്ളത് ഒരു ഓക്സിജൻ, ഇത് ഈതർ ആണ്. അതേസമയം ഇവിടെ എന്താണ്? OH, ആൽക്കഹോൾ ഗ്രൂപ്പ് ആണ്. അതായത് 2 ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. അങ്ങനെയുള്ള കേസിൽ അത് എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമറിസം എന്തായിരിക്കും? ഫങ്ഷണൽ ഐസോമറിസം ആയിരിക്കും. ഓക്കെ, അവിടെ പല ടൈപ്പ് ഐസോമറിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ചെയിൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, അല്ലെങ്കിൽ മെറ്റാമറിസം, പൊസിഷൻ ഐസോമറിസം, അങ്ങനെ പലതുണ്ടാവും. ഇത് ഒരേ മോളിക്കുലർ ഫോമുലയും ബട്ട് 2 ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പും ആണെങ്കിൽ അത് ഫങ്ഷണൽ ഐസോമറിസം ആണ്. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ദ മെറ്റാമർ ഓഫ് കോമ്പൗണ്ട് 1. ഇതിന്റെ മെറ്റാമറിന്റെ ഇത് എഴുതാനാണ്. മെറ്റാമർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ ഈതറും കീറ്റോണും ഒക്കെ വരുമ്പോൾ ഈ ഓക്സിജന്റെ 2 സൈഡിൽ ഇതിപ്പോൾ ഈക്വൽ ആണ്. ഇനി ഈ ഓക്സിജന്റെ പൊസിഷൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിന്റെ മെറ്റാമർ. അതായത് ഈ ഓക്സിജനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. അതായത് എങ്ങനെ വരും? CH3O CH2 CH2 CH3. ഇനി ഇതിന്റെ നമ്പർ എണ്ണി കൊടുത്തു കഴിഞ്ഞാൽ ഇതും വരുന്നത് C4H10O ആയിരിക്കും. പക്ഷെ ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജൻ വരുന്നത് 2 കാർബൺ കഴിഞ്ഞിട്ടായിരുന്നു, ഇവിടെ ഓക്സിജൻ വരുന്നത് 1 കാർബൺ കഴിയുമ്പോൾ തന്നെയാണ്. അപ്പൊ അതായത് ഓക്സിജന്റെ പൊസിഷൻ മാറുന്ന അനുസരിച്ച് അങ്ങനെ കാണിക്കുന്ന ഐസോമറിസത്തിനെ പറയുന്നതാണ് മെറ്റാമറിസം. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. ഇനി അടുത്തത്, സ്ട്രക്ചറൽ ഫോമുല ഓഫ് 2 കോമ്പൗണ്ട്സ് ആർ ഗിവൻ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ഫസ്റ്റ് കോമ്പൗണ്ട്. ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് കോമ്പൗണ്ടിൽ നോക്കുക, അവിടുത്തെ ഇതെന്ന് പറയുന്നത് എന്താണ്? ആൽഡിഹൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ CHO ഗ്രൂപ്പ് വരുന്നുണ്ട്.
അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. 1 2 3 1 2 3 4 5. ഓക്കെ, 5 കാർബൺ ആണുള്ളത്. ഫസ്റ്റ് പൊസിഷനിലാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ എങ്ങനെ വരും? അതിന്റെ നെയിം എന്ന് പറയുന്നത് പെൻറ്റനാൽ എന്ന് വരും. ഓക്കെ, 5 കാർബൺ ഉള്ളതുകൊണ്ട് പെൻറ്റ്, ദെൻ പെൻറ്റേന്റെ ഇ കളയുക, എന്നിട്ട് ആലിന് എഴുതുക. അപ്പൊ അതാണ് പെൻറ്റനാൽ എന്ന് വരിക. ദെൻ ദീസ് കോമ്പൗണ്ട്സ് ആർ ഐസോമേഴ്സ് വൈ. അതായത് ഈ രണ്ട് കോമ്പൗണ്ട്സും ഐസോമർ ആണ്. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എഗെയിൻ നമ്മൾ ഐസോമർ ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് മോളിക്കുലർ ഫോർമുല നോക്കുക. ഇവിടെ നോക്കുമ്പോൾ 5 കാർബൺ ആണ് ഉള്ളത്. അപ്പൊ C5 ഹൈഡ്രജൻ 3 2 5 2 7 2 9 1 10 C5H10 ഒരു ഓക്സിജൻ ഉണ്ട്. ഇപ്പുറത്തെ കേസിൽ നോക്കുക. ഇവിടെ നോക്കിയാലും കാർബൺ എത്ര ഉണ്ട്? 1 2 3 4 5 കാർബൺ. ഹൈഡ്രജൻ എണ്ണി നോക്കുക. അവിടെയും 10 ഹൈഡ്രജനും ഒരു ഓക്സിജനും വരും. രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല ഒന്നാണ്. ബട്ട് കോമ്പൗണ്ട് ഡിഫറെന്റ് ആണ്. കാരണം ഇവിടെ വരുന്നത് CHOയും ഇവിടെ വരുന്നത് COയും ആണ്. രണ്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ രണ്ടും കോമ്പൗണ്ട്സ് ഡിഫറെന്റ് ആണ്, ബട്ട് സെയിം മോളിക്കുലർ ഫോർമുലയാണ്. അതുകൊണ്ടാണ് അത് ഐസോമർ എന്ന് പറയുന്നത്. Then C part, what type of isomerism do these compounds exhibit? Again, രണ്ടിന്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് ഡിഫറെന്റ്. ഇവിടെ ആൽഡിഹൈഡ് ആണ്, ഇത് കീറ്റോൺ ആണ്. അപ്പോൾ വരുന്ന ഐസോമറിസം ഏതാണ്? ഫങ്ഷണൽ ഐസോമറിസം ആണ്. Then last question, write the structural formula of the position isomer of second compound. ഇതിന്റെ പൊസിഷൻ ഐസോമർ, പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ again മെറ്റാമറിസം വരെ തന്നെയാണ്. ഈ CO ഗ്രൂപ്പിന്റെ പൊസിഷൻ നമുക്ക് വേറൊരു പൊസിഷനിലോട്ട് മാറ്റിയാൽ കിട്ടുന്നതാണ് പൊസിഷൻ ഐസോമർ. അപ്പൊ എങ്ങനെ എഴുതാം? CH3 CH2 CO CH2 CH3. അപ്പൊ ഇത് ഇതിന്റെ ഒരു പൊസിഷൻ ഐസോമർ ആണ്. ജസ്റ്റ് CO ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറ്റുള്ളൂ. ഇവിടെ ഇത് സെക്കൻഡ് പൊസിഷനിലായിരുന്നു, ഈ കേസിലോട്ട് വന്നപ്പോൾ തേർഡ് പൊസിഷനിലായി. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുള്ളൂ. എക്സാമിൻ ദ കോമ്പൗണ്ട്സ് ഗിവൻ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ഐസോമറിക് പെയർസ് ആൻഡ് ഐഡന്റിഫൈ വിച്ച് ഐസോമറിക് പെയർ. അപ്പൊ ഇത് എഴുതണമെങ്കിൽ ആദ്യം നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതണം. അപ്പൊ നിങ്ങൾ ഇത് ഒറ്റയ്ക്കൊന്ന് എഴുതി നോക്കുക. എ എന്ന് പറയുന്നത് മെത്തോക്സി പ്രൊപ്പേൻ ആണ്, ഈതർ ആണ്. അപ്പൊ ആദ്യം ഓക്സിജൻ, ദെൻ ഒരു സൈഡിൽ എന്താണ്? ഒരു കാർബൺ ഉള്ളൂ. മറ്റേ സൈഡില് പ്രൊപ്പേൻ എന്ന് പറയുമ്പോൾ 3 കാർബൺ ഉണ്ട്. ദെൻ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ 3 എണ്ണം വരും, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 3. ഓക്കെ, ദെൻ ബി 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. അപ്പൊ 4 കാർബൺ വരും. ബ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 കാർബൺ വരും. ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷനിൽ എന്താണ്? ഓരോ മീഥൈൽ ഗ്രൂപ്പ് വരും. CH3 ഗ്രൂപ്പ് ഓരോന്ന് വരും. ദെൻ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. CH3 CH CH CH3. ഇതാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല. ദെൻ സി പ്രൊപ്പാൻ വണ്ണോൾ. പ്രൊപ്പാൻ വണ്ണോൾ എന്ന് പറയുമ്പോൾ പ്രൊപ്പ് എന്ന് പറയുമ്പോൾ 3 കാർബൺ. ഫസ്റ്റ് പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ് വരും. ഓൾ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ ഗ്രൂപ്പ് വരും. ദെൻ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ 3 2, ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, ഇപ്പൊ 2 വരും. ദെൻ ഇവിടെ എന്ന് പറയുന്നത് എത്തോക്സി ഈതേൻ ആണ്. അപ്പൊ എഗെയിൻ ഈതർ ആണ്, ഈതർ ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ 2 കാർബൺ വരും. ദെൻ ഇവിടെയും 2 കാർബൺ വരും. എത്ത് എത്ത് രണ്ട് സൈഡിലും 2 കാർബൺ വെച്ചിട്ടാണ് വരുന്നത്. ദെൻ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. CH3 CH2, ഇവിടെ CH2, ഇവിടെ CH3. ദെൻ ലാസ്റ്റ് വൺ പ്രൊപ്പാൻ 2 ഓൾ. ഇവിടെ ഇ ആണ്. അപ്പൊ പ്രൊപ്പ് എന്ന് പറയുമ്പോൾ 3 കാർബൺ വരും. ദെൻ സെക്കൻഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ് വരും. ദെൻ എന്ത് ചെയ്യുക? ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. 3 1 3. ദെൻ ലാസ്റ്റ് വൺ എഫ് ഹെക്സെയിൻ. ഹെക്സെയിൻ എന്ന് പറയുമ്പോൾ 6 കാർബൺ വരും. ദെൻ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ 3 എണ്ണം വരും, ഇവിടെ 2 എണ്ണം, ഇവിടെയും 2 എണ്ണം, എഗെയിൻ 2 2 3. അപ്പൊ നമുക്ക് മോളിക്കുലർ ഫോർമുല എഴുതി. എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക, ഐസോമേഴ്സ് ആണോ എന്ന് അറിയാൻ. അപ്പോൾ കാർബൺ 4 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ ഇവിടെ 8 എണ്ണം, ദെൻ ഒരു ഓക്സിജൻ. ഈ കേസിൽ ഇവിടെ കാർബൺ എത്ര എണ്ണം ഉണ്ട്? 4 2 6 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ ഇവിടെ 14 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ C6H14 ആണ് ഇവിടെ വരുന്ന മോളിക്കുലർ ഫോർമുല. അടുത്ത കേസിൽ കാർബൺ ഇവിടെ 3 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ 3 5 2 7 2 8. ഓക്കെ, ഹൈഡ്രജൻ 8 എണ്ണം ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. ഈ കേസിൽ കാർബൺ 4 എണ്ണം, ഹൈഡ്രജൻ 10 എണ്ണം, ഒരു ഓക്സിജൻ ഉണ്ട്. ഇനി ഈ കേസിൽ കാർബൺ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ 8 എണ്ണം, ഒരു ഓക്സിജൻ. ഈ കേസിൽ കാർബൺ 6 എണ്ണം, ഹൈഡ്രജൻ എണ്ണി നോക്കുമ്പോൾ 14 എണ്ണം കാണും.
അപ്പോൾ ഇവിടെ ഐസോമറിക് പേഴ്സ് സെയിം മോളിക്കുലർ ഫോർമുല വരുന്നത് ഏതൊക്കെയാണ്? എയും ഡിയും സെയിം ആണ്, C4H10O. ദെൻ C6H14 ബിയും എഫും ഒരേ ഇതാണ് വരുന്നത്. ഇനി വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് ഈ C3H8O സിയും ഇയും ഒരേ ഇതാണ് വരുന്നത്. അപ്പൊ ഇനി ഇത് ഏതൊക്കെ ഐസോമേഴ്സ് ആണ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞത് എയും ഡിയും ആണ്. അപ്പൊ എയും ഡിയും നോക്കുക. എയും ഡിയും നോക്കുമ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈതർ ആണ്, ഡിയുടെ കേസിലും ഈതർ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇതിന്റെ നമ്പർ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇത് ഒരു സെക്കൻഡ് പൊസിഷനിലാണെങ്കിൽ ഇത് തേർഡ് പൊസിഷനിലാണ്, അതായത് അതിന്റെ നമ്പർ വ്യത്യാസമുണ്ട്. അപ്പൊ ഈതറിന്റെ അങ്ങനെ നമ്പർ വ്യത്യാസം വരുമ്പോൾ അങ്ങനെയുള്ള ഇതിനെ പറയുന്നത് എന്താണ്, എയും ഡിയും എന്ന് പറയുന്നത് എന്താണ്, എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമറിസം മെറ്റാമെറിസം ആണ്. ഇനി അടുത്ത കേസിൽ ഇവിടെ എന്ന് പറയുമ്പോൾ ബിയും എഫും ആണ്. അപ്പൊ ഇവിടെ C6H14. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ബ്രാഞ്ചിങ് ആണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഇതൊരു ബ്രാഞ്ച് ആണ്, ഇത് സ്ട്രേറ്റ് ചെയിൻ ആണ്. അങ്ങനെ ബ്രാഞ്ചിങ് വ്യത്യാസം വന്നു കഴിയുമ്പോൾ അതിനെ പറയുന്നത് ചെയിൻ ഐസോമറിസം എന്നാണ്. ഇനി അത് കഴിഞ്ഞ് ഒരു ഇതും കൂടി ഉണ്ട്, C3H8O സിയും ഇയും. അപ്പൊ ആ കേസിൽ നോക്കുക. ആ കേസിൽ നോക്കുമ്പോൾ OH ഗ്രൂപ്പിന്റെ പൊസിഷൻ ആണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ OH വന്നു, ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ OH വന്നു. അപ്പൊ അവിടുത്തെ പൊസിഷൻ ആണ് മാറിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഐസോമേഴ്സിനെ പറയുന്നത് പൊസിഷൻ ഐസോമറിസം എന്നാണ്. ഓക്കെ, അപ്പൊ ഈ മറ്റേ എയും ഡിയും പൊസിഷൻ ഐസോമറിസം തന്നെയാണ്. പക്ഷെ യൂഷ്വലി ഈതറിനും കീറ്റോണിനും ഒക്കെ അങ്ങനെ പൊസിഷൻ ഐസോമറിസം വരുമ്പോൾ മെറ്റാമെറിസം എന്നാണ് പറയാ. പക്ഷെ ഈ ആൽക്കഹോളിന്റെ ഒക്കെ കേസിൽ അതങ്ങനെ ഇടയിലല്ലല്ലോ വരുന്നത്, വേറൊരു ബ്രാഞ്ച് ആയിട്ടല്ലേ വരുന്നത്. അങ്ങനെയുള്ള കേസിൽ അതിനെ പൊസിഷൻ ഐസോമറിസം എന്നാണ് പറയുക. ഇത്രയാണ് ലെറ്റസ് ആക്സസിലുള്ള ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ ചോദിക്കാം.